നേരത്തെ വരണം, നമുക്ക് ഇന്ന് അടിപൊളിയാക്കാം. ചേച്ചി ഇന്ന് സ്കൂൾ ഉച്ചവരെ ഉള്ളൂ. ആ റെഡിയായോ? ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? എന്താന്ന് പറ. വാങ്ങിച്ചു കൊട്, ഓരോ പൈന്റ് വീതം 3 എണ്ണത്തിനും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. തൊട്ട് നോക്കാൻ വല്ലതും വേണോ? കൊണ്ട തരാം. തെറ്റിപ്പോയതായിരിക്കും ചാച്ചാ. അയ്യോ അസല് വിത്തുകള്. നീ വാ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ബിരിയാണി മതി. ആരാ അത് പറഞ്ഞത്? ഞാനാ. എന്താ നിന്റെ ശബ്ദത്തിന് ഇത്ര വെയിറ്റ്? അത് ബിരിയാണി ആയതുകൊണ്ട് ഇത്ര വെയിറ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ചാച്ചാ. അല്ലേനു? ടിനു, ആ ഡോറ് ക്ലോസ് ചെയ്ത് വേഗം വാ. ഒന്ന് വേഗം പാടോ, എന്റെ സ്റ്റുഡൻസ് ഇവിടെ കാത്തിരുന്ന്. എവിടെ? ഇവിടെ എവിടെ? ഉച്ചയ്ക്ക് താൻ ആ ഷൺമുഖത്തെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. ബിരിയാണി അയാളുടെ കൊടുത്തു വിടാം. അവിടെ ഇല്ലല്ലോ. ആരോടാ രാറ്റ കാണിച്ചേ? വീടിനോടോ? വീടിന്. ഞങ്ങൾ പോയി കഴിഞ്ഞാ പാവം ഒറ്റയ്ക്കല്ലേ. അയ്യോ കേറ് കേറ്. അയ്യോ സൂക്ഷിച്ച് തുറക്കണ്ടേ. കേറ് കേറ്. ഡിസിപ്ലിൻഡ് വോയിസ്. ഓ കാല് കാല്. മേരിക്കുട്ടി, ഞാൻ ആനിയ. ഞാൻ ബെന്നിയെ കണ്ടു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അതേ ആളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല, ഭയങ്കര ചൂടനാ. ഇല്ല, ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് ബെന്നി അറിഞ്ഞാ വീട്ടിലറിയിക്കും, ഉറപ്പാന്നേ. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചു. കുറച്ചുകൂടി കഴിയട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. കാർ ഓടിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആണ് ആവശ്യം. ബെസ്റ്റ് സ്റ്റുഡന്റ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ക്ലച്ചിലാണോ ചവിട്ടുന്നത്? നാളെ 100 രൂപ ഫൈൻ കൊണ്ടുവരണം. ഓക്കെ? ബാക്ക് നോക്കണം. മുമ്പ് ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് എപ്പോഴും പറ്റുവടത്തേണ്ടി സ്റ്റുഡൻസിന്റെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് ചാടി ഇറങ്ങി ഉടനെ കണ്ടപ്പോ എന്റെ നിയന്ത്രണം പോയാശാനെ. ഞങ്ങൾക്ക് ഓഫീസിൽ പോയാലതാ. ഇതിന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇതാണ് അവസരം. ബാക്കി നീ പഠിപ്പിച്ചു കൊടുക്കുക. ഈ മെന്റാലിറ്റി ആശാന് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ക്ലാഷ് വരില്ലായിരുന്നു. ആശാനെ, ആ സെക്രട്ടേറിയറ്റിലെ മാഡത്തിന് ഇപ്പോഴും ഫസ്റ്റ് വീഴുന്നില്ല. വീഴാത്തേക്ക് ഞാൻ വീഴ്ത്തിക്കൊള്ളാം. അങ്ങനെ എന്നാ ഞാൻ റിവൈസ് എടുക്കുന്നു. സുലു സുലു സുലു. ഉണ്ണേട്ടനോ? എന്നാലും എന്റെ സുലു, നീ എന്നോടൊരു വാക്ക് പോലും പറയാതെ പൊക്കളഞ്ഞു. നീ പോയതോടെ എന്റെ കാര്യമല്ല അവതാളത്തിലായി. ഇപ്പൊ മുട്ടയില്ല, പാലുമില്ല. കണ്ടില്ലേ എന്റെ ഒരു കോലം? ആപ്പിള് പോലെ ഇരുന്ന ഞാനിപ്പോ മാങ്ങേണ്ടി പോലെ ആയി. ശരിയാ ചേട്ടൻ, ശരിക്കും അങ്ങ് ഉണങ്ങിപ്പോയി. സുലു പിടിവാശികളാ. നീ എങ്ങനെങ്കിലും അങ്ങോട്ട് തിരിച്ചു വാ. ആ നശിച്ച പിള്ളേർ ഉള്ളിടത്തോളം കാലം ഞാൻ അങ്ങോട്ടില്ല. നീ ആ കാല് പോയ ക്യാപ്റ്റന്റെ വീട്ടിലല്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ എന്റെ പൊന്നു ചേട്ടാ, അങ്ങോട്ടൊന്നും വരല്ലേ. അങ്ങനെ ഭയങ്കര ചൂടനാ. പരിചയമില്ലാത്ത ആരെ കണ്ടാലും അപ്പ എവിടെ വെക്കൂ. അപ്പം ഞാൻ നിനക്ക് എങ്ങനെയാണ് തരിക? എന്താ ചേട്ടാ? കഴിഞ്ഞ മാസം CC അടയ്ക്കാനുള്ള പണം കൊണ്ട് നിനക്ക് ഞാനൊരു പൊന്നരിഞ്ഞാണം മേടിച്ചു വെച്ചിരിക്കുക. അയ്യോ എന്റെ ദൈവമേ, നേരാണോ ചേട്ടാ? എന്നാ ഞാൻ പണിയൊക്കെ തീർത്ത പത്തരമാറ്റ തങ്കം. അയ്യോ എന്റെ അടുക്കള പണിയൊക്കെ തീർത്ത് രാത്രി 8 മണിക്ക് ഞാൻ അങ്ങോട്ട് വരാം. മറക്കണ്ട, രാത്രി 8 മണി ഞാൻ കാത്തിരിക്കും. എന്റെ CC ദൈവങ്ങളെ, വേഗം ഒന്ന് രാത്രി 8 മണിയാക്കിട്ടാ. സോറി മക്കളെ, അങ്കിൾ ഇത്തിരി ലേറ്റ് ആയി പോയി. മക്കൾസ് നമസ്കാരം. പറഞ്ഞ പോലെ 3 ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടേ. 1 2 3 തിന്നോണ്ട് കളിച്ചാട്ടെ. അയ്യോ 3 ബിരിയാണി ഉള്ളോ? 3 പേർക്ക് പിന്നെ 3 ബിരിയാണി അല്ലാതെ 2 3 മീശ വെച്ച മില്ലേനിയം പെണ്ണു. അപ്പൊ 4 ഉണ്ടല്ലോ. അതേടോ, ഞങ്ങൾ 4 പേരുണ്ട്. അതെന്താ? 3 പേരെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അല്ല, ഞങ്ങൾ 4 പേരാ. ഷണ്ണോങ്ങളുടെ തെറ്റേതായിരിക്കും. എന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യരുത്. ചിലപ്പോ ഒരെണ്ണം എന്റെ കയ്യിൽ നിന്ന് പോയി കാണും. എന്നാലും എനിക്ക് തെറ്റിയിട്ടില്ല. ഹലോ, തൽക്കാലം ഒരു ബിരിയാണിയും കൂടെ പോയി വാങ്ങിച്ചോണ്ടോ. അതിന് പൈസ പറ്റി വയ്ക്കുന്ന ജാമ്യം. കോളംസിന്റെ ഡയമെൻഷൻസിലൊന്നും മാറ്റം വരുത്തില്ല. സ്റ്റിക്ക് ഔട്ട് ദ ഡ്രോയിങ്. ബാക്കി
ബെന്നി നോക്കി ചെയ്താൽ മതി. ഇൻസ്പെക്ഷനിൽ ഞാനത് മാനേജ് ചെയ്തോളാം. ക്ലബിലൊരു പാർട്ടി ഉണ്ട്, മോള് വരുന്നോടി. നോ ഡാഡി. ആ ബെന്നി, ഞാൻ ഇന്നത്തെ നേരത്തെ പോവാതിരിക്കാൻ പറ്റില്ല. ഡാഡി ഉള്ള ഡ്രിങ്ക്സ് എല്ലാം വലിച്ചേറ്റിട്ട് അങ്ങ് വന്നേക്കരുത്. നോ, ഓൺലി യൂഷ്വൽ കോട്ട. തന്നെ ഇവിടെ ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരട്ടെ? ഓക്കെ. ഡാഡി കീ ആ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓ അറിയില്ല. ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോയാലോ? ഏയ് ഞാനില്ല. എന്നാ ബെന്നി എന്റെ വീട്ടിലേക്ക് വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സോറി നാൻസി, വീട്ടിലെ കുട്ടികൾ തനിച്ചാണ്. അങ്ങനെയാ ഞാൻ ബെന്നിയുടെ വീട്ടിലേക്ക് വരാം. അയ്യോ അത് വേണ്ട, കുട്ടികൾ എന്ത് വിചാരിക്കും? കുട്ടികള് ഞാൻ രാത്രി 8 മണിക്ക് ബെന്നിയുടെ വീട്ടിൽ വരും. ഓക്കെ ബൈ. നാൻസി ഇതേ ഞാൻ പറയട്ടെ ഒന്ന്. അത് നോ, രാത്രി 8 മണി. ആ താൻ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തോ? കൊടുത്തു. പക്ഷെ ഒരു സംശയം, താനെന്റെ അടുത്ത് എത്ര ബിരിയാണിയാ വാങ്ങിക്കാൻ പറഞ്ഞു? 3. ആണല്ലോ. അപ്പൊ ഞാൻ സംശയം തീർന്നു. പോയി 4 പേർക്ക് 3 ബിരിയാണിയാ. ഇതെവിടെ ശരിയാവും? 4 പേരോ? അതെ 4. 4 അല്ല 3. 4 ഒന്ന് പോടോ 3. 4ാമതൊരു ബിരിയാണി കൂടെ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടാ വരണേ. ആ കാശ് ഇങ്ങട്. അത് ശരി, അപ്പൊ അതാണ് കാര്യം. പിന്നെ സ്മോൾ അടിക്കാൻ കാശ് വേണം. ഷമ്മുവണ്ണോ, അങ്ങനെ തന്നെ കൊച്ചാക്കൊന്നും വേണ്ട. എപ്പോഴും ഒരു ക്വാർട്ടറിന്റെ ഗോഡൌണിൽ സ്റ്റോക്കാ. ഷൺമുഖനാ, 6 മുഖവും 12 കണ്ണും തെറ്റത്തില്ല. അവിടെ 4 പേരുണ്ടായിരുന്നു. 3 കുട്ടികളും പിന്നെ മീശയുള്ളൊരു വലിയ കുട്ടിയും. മീശയുള്ള വലിയ കുട്ടിയല്ലേ? ഓ അത് ശരി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അതാണ് ക്വാർട്ടർ ഷൺമുഖം. 6 മുഖവും 12 കണ്ണും. ആ ഇനി എനിക്ക് തരാനുള്ള താ. എന്നാ പിടിച്ചോ. അയ്യോ എന്റെ അപ്പോ. അയ്യോ പൊക്കി പോലെ. ഇതാണ് ചാച്ചന്റെ കുട്ടികൾ. മറ്റു കുട്ടികളൊക്കെ ഇത് കണ്ട് പഠിക്കണം. മതി, ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. നിർത്തു. ഓ ശരി. എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ചാച്ചൻ ഇപ്പൊ പറയാൻ പോകുന്നു. അത് കേട്ടാ നിങ്ങൾ തുള്ളിച്ചാടും. നമ്മൾ ഇന്ന് മോഹൻലാലിന്റെ സിനിമ കാണാൻ പോകുന്നു. എന്താ ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? വേഗം റെഡിയാക, ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഞങ്ങൾ വരുന്നില്ല. അതെന്താ? സിനിമ കണ്ടാ കണ്ണു ചീത്തയാവും. ആര് പറഞ്ഞു? ടീച്ചറെ, ശ്യാമില ടീച്ചറെ. ഒരു സിനിമ കണ്ടെന്ന് പറഞ്ഞു കണ്ണൊന്നും ചീത്തയാൻ പാടില്ല. തന്നെയല്ലോ ഉറക്കൊഴിഞ്ഞാ തലവേദന എടുക്കും. അധികം പഠിച്ചാലും തലവേദന എടുക്കും. ഇന്ന് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. വേഗം പോയി വല്ലതും കഴിച്ച് കൃത്യം 8 മണിക്ക് മുമ്പ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. ചെല്ലപ്പോ. താണിതങ്ങോട്ടോ ഭാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പന്തളം വരെ ഒന്ന് പോണം. നാട്ടിലെന്താ വിശേഷം? എന്റെ വകയിലൊരു അമ്മാവന്റെ CC അടഞ്ഞെന്നാണ് തോന്നുന്നു. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു സ്പെഷ്യൽ വണ്ടി വരും. അതിലെനിക്ക് പന്തളത്തെത്തണം. ഞാൻ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ശരി, താൻ ചെല്ല്. കരയിലെ എല്ലാം ശരിയാണ്. ജീവിതമല്ലേ.